സർ നമസ്കാരം. സർ, നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നവയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് പെഹൽഗാമിൽ നടന്ന ആക്രമണം അത് നമ്മളെ സാമ്പത്തികമായി കൂടി തകർക്കാൻ വേണ്ടിയുള്ള ഒരു ആക്രമണമായിരുന്നു എന്ന് പറയുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് പ്രോക്സികളെ ഉപയോഗിച്ചിട്ടുള്ള നീക്കങ്ങളൊന്നും പിന്നെ ആണവ ശക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്താൻ വരണ്ട, അതൊന്നും ഭാരതത്തോട് പറഞ്ഞാൽ ഏൽക്കില്ല എന്ന്. അത് പലർക്കും കൊള്ളുന്ന ഒരു മറുപടിയാണ്. സാർ, എന്താണ് അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്? ഇതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇതിനകത്ത് അദ്ദേഹം ജയശങ്കർ പുതിയതായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കാലാകാലങ്ങളിലായിട്ടുള്ള നമ്മുടെ ഭാരതത്തിന്റെ നിലപാട് ആവർത്തിക്കുക മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവനയിലൂടെ അദ്ദേഹം ഒരുപാട് പേർക്ക് മറുപടി കൊടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് ഇപ്പൊ പ്രജിത പറഞ്ഞതുപോലെ ഒരുപാട് പേർക്ക് കൊള്ളുന്ന കാര്യമാണ്. എന്താണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം അതിന്റെ സമയത്ത് ഇവിടെ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിച്ച ഒരു വലിയ നറേറ്റീവ്, ഒന്ന്, ശരിക്ക് നമ്മൾ ഈ അവകാശപ്പെടുന്നത് പോലെയുള്ള വലിയ വിജയമൊന്നും ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല, ഇന്ത്യയുടെ ഒരുപാട് യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു, അതുപോലെ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നമുക്ക് ജയസാധ്യത ഉണ്ടായിരുന്നിട്ടും ഇന്ത്യ കീഴടക്കി, സറണ്ടർ എന്നൊക്കെ പറയാൻ അങ്ങനെയല്ലേ പറഞ്ഞത്. അതുപോലെ ഇവിടെ വന്ന ഈ ഭീകരർ ഇവിടെ വന്ന് ഈ ആക്രമണം നടത്താൻ ഉണ്ടായ സാഹചര്യം അത് നമ്മുടെ സെക്യൂരിറ്റി ലാപ്സ് ആണ്, അങ്ങനെ സർക്കാരിന്റെ അലംഭാവമാണ്, ഈ രീതിയിലുള്ള ഒരു വലിയ നറേറ്റീവ് ഇവിടെ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് സത്യത്തില് ഇവരുടെ രാഷ്ട്രീയ ഉദ്ദേശം കൊണ്ട് തന്നെയാണെങ്കിലും, പലരുടെയും രാഷ്ട്രീയ ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. അത് സത്യത്തിൽ ഭാരതത്തിനെതിരെയുള്ള പ്രചാരണങ്ങളെ സഹായിക്കുന്ന വിധത്തിലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും അത് പ്രചരിക്കുന്നു എന്നുള്ളതുമാണ് അതിന്റെ വാസ്തവം. നോക്കൂ, ഈ പാകിസ്ഥാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു നറേറ്റീവ് എന്താണ്? ശരിക്ക് ഈ ഭീകരവാദത്തിന് അവരല്ല ഉത്തരവാദി, അത് ഇന്ത്യയിൽ തന്നെ അവർ തന്നെ ആസൂത്രണം ചെയ്തതാണ്. ഇങ്ങനെ ഇത് പറയുന്നത് ഞങ്ങളല്ല, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ, മുഖ്യ പ്രതിപക്ഷം ഉൾപ്പെടെ ഉള്ളവർ തന്നെ പറയുന്ന കാര്യമാണിത്. അവിടെ തന്നെ അറിയാം. പിന്നെ ഞങ്ങൾ എന്ത് പഠിച്ചു, അവർ തന്നെ ഉണ്ടാക്കി, അവർ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ അകത്ത് അർത്ഥമില്ല. അതിനവർ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത് ഈ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഇവരുടെയും ഒക്കെ ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ. ഇത് 100% ശത്രുക്കളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവർ ആദ്യം മുതൽ പറയാൻ ശ്രമിച്ച ഒരു കാര്യമാണ് നരേന്ദ്രമോദി, നമ്മുടെ ഭാരത സർക്കാർ ഡൊണാൾഡ് ട്രംപിന് കീഴടക്കി എന്നുള്ളത്. ഇത് എല്ലാം ആണെന്ന്, അതായത് പക്ഷെ അതിനോടൊക്കെ വളരെ പക്വമായ രീതിയിൽ മാത്രമേ സർക്കാർ പ്രതികരിച്ചിട്ടുള്ളൂ. കാര്യം അതേ നാണയത്തിൽ ആ രീതി പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കാര്യം. ഇവർക്ക് ആ ബോധം, സർക്കാരിന് ആ ബോധമുണ്ട്. കാര്യം ഇത് ലോകം ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു മാത്രമേ ഓരോ വാക്കും പറഞ്ഞിട്ടുള്ളൂ. പറയുന്നവർ പറയട്ടെ, യാഥാർത്ഥ്യം എന്താണെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകുമല്ലോ എന്നുള്ള ഒരു നിലപാടായിരുന്നു സർക്കാർ എടുത്തിരുന്നത്. അതുപോലെ നമ്മുടെ സൈന്യത്തിന്റെ വക്താക്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അവരുടെ വാക്കുകൾ ഓരോന്നും അളന്നു മുറിച്ചുള്ള വാക്കുകളാണ്. കാര്യം അവർക്കറിയാം ഇത് ലോകം മുഴുവനും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. തങ്ങൾ എത്രമാത്രം സൂക്ഷിക്കണം ഓരോ വാക്കിലും എന്നുള്ളതിനെ പറ്റി ആ ബോധ്യത്തോടു കൂടിയാണ് പറഞ്ഞത്. അല്ലാതെ ഇപ്പം പ്രതിപക്ഷ നേതാവിനെ പോലെ വിടുവായ പറയാൻ അവർക്ക് കഴിയില്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു നറേറ്റീവ് ബിൽഡപ്പ് ചെയ്തവർക്കൊക്കെ ഉള്ള ഒരു മറുപടി തന്നെയാണ് ഇപ്പോൾ ജയശങ്കർ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അളന്നു മുറിച്ച വാക്കുകളിൽ കൂടെ മാത്രമേ അദ്ദേഹം സംസാരിക്കാറുള്ളൂ. വളരെ സോഫ്റ്റ് ആയിട്ട് അദ്ദേഹം സംസാരിക്കുകയുള്ളൂ. എന്നാൽ വളരെ കൃത്യമാണ്, ഷാർപ്പും. സർ, ഈ പ്രോക്സി നിലപാട് പറഞ്ഞു കേട്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ഇറാനെ തന്നെയാണ്. ഇറാൻ ഏതെങ്കിലും ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഇറാനെ പോലെ മറ്റുള്ള ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അറ്റാക്കൊക്കെ വരികയാണെങ്കിൽ അതുപോലും നമ്മൾ ഭയക്കണ്ട എന്നുള്ളത് കൂടി അദ്ദേഹത്തിൻ്റെ മറുപടിയിലുണ്ടോ?
ഇല്ല. അപ്പൊ ഇറാൻ അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ ഒന്നും അദ്ദേഹം പ്രത്യേകിച്ച് ഉദ്ദേശിച്ചുണ്ടെങ്കിൽ അത് പാകിസ്ഥാനെ മാത്രമേ ഉള്ളൂ. മറ്റ് ഒരു ഇസ്ലാമിക രാജ്യത്ത് നിന്നും ഇന്ത്യക്ക് ഭീഷണിയൊന്നുമില്ല. ബംഗ്ലാദേശിന്നുണ്ട്. പിന്നെ ബംഗ്ലാദേശ് നമുക്ക് ഒരു ഇരയേ അല്ല. മറ്റേ ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നും ഭാരതത്തിന്റെ ഒരു അടുത്ത സൗഹൃദ രാജ്യമാണ്. അതുപോലെ മിഡിൽ ഈസ്റ്റ്, അറബ് രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങളാണെല്ലാം വളരെ നല്ല ബന്ധമാണ് എത്രയോ നാളായിട്ടുള്ളത്. ആദ്യമായിട്ടാണെന്നാ എന്റെ വിശ്വാസം. അതായത് സൗദി അറേബ്യ ആ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് കൊടുത്തത്. അത് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സബ്ജക്ട് ടു കറപ്ഷൻ, എന്റെ ഒരു അറിവാണ്. അങ്ങനെ എല്ലാ രാജ്യങ്ങളുമായിട്ടും വളരെ നല്ല ബന്ധമാണ്. അതുപോലെ IOC-യില് ഇവർ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ എതിർത്ത് തോൽപ്പിക്കുകയാണ് ചെയ്തത്. ലോകത്തിലെ ഏതാണ്ട് പാകിസ്ഥാൻ ഒഴിച്ചുള്ള ലോകത്തിലെ ഏതാണ്ട് എല്ലാ മുസ്ലിം രാജ്യങ്ങളോടും, മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളോടും വളരെ മികച്ച ബന്ധമാണ് കാലങ്ങളായി ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. അതുകൊണ്ട് മറ്റ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്ക് ഭീഷണിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു വലിയ ഭീഷണി തന്നെയാണത്. അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയുകയും ചെയ്യും. ഇനിയും പാകിസ്ഥാൻ എന്നല്ല, എന്ത് തരത്തിലുള്ള ഇന്ത്യക്ക് ശരിക്കും ഭീഷണി എന്ന് പറയാൻ, ഇന്ത്യയുടെ സുരക്ഷാ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് രണ്ട് രാജ്യങ്ങളാണ്. ഒരിടത്ത് പാകിസ്ഥാനും മറ്റൊരിടത്ത് ചൈനയും. പിന്നെ പിന്നിൽ കൂടെ പലരും സഹായിക്കുന്നുണ്ടാകാം. പക്ഷെ പ്രത്യക്ഷത്തിലുള്ള ഭീഷണി ഇത് രണ്ടുമാണ്. ഇതിനെ രണ്ടിനെയും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ഇന്ത്യക്കുണ്ട്. പിന്നുള്ള ഭീഷണി എന്ന് പറഞ്ഞാൽ വ്യാപാരത്തിലും കച്ചവടത്തിലും അങ്ങനെയുള്ള ഭീഷണികളാണ്. അതെന്തായാലും ലോകത്തെ എല്ലാ രാജ്യങ്ങളും തമ്മിൽ അത് ഉണ്ടാകും. അത് അതാത് സമയത്ത് ഓരോ പോളിസി എടുത്ത് അതിൻ്റെതായ രീതിയിൽ അതങ്ങ് പോകും. അല്ലാതെ സുരക്ഷാ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണമേ ഉള്ളൂ. ബംഗ്ലാദേശ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ളതല്ലാതെ. പിന്നെ ചൈന മറ്റുള്ള അവരുടെ പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട്, പ്രോക്സി രാജ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള കളിയൊക്കെ കളിക്കും. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാകും. അത് 100% ഭീഷണി ഒഴിഞ്ഞുള്ള ഒരവസ്ഥയെ പറ്റി നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അത് എപ്പോഴും ഉണ്ടാകും. അതതിന്റെ സമയത്ത് അതിൻ്റെതായ രീതി കൈകാര്യം ചെയ്തു പോവുക എന്നുള്ളതാണ്. അതെന്തായാലും ഇപ്പോൾ ഭാരതം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് ഇനിയും തുടരും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ജയശങ്കർ അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്ന് നമുക്ക് ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ എല്ലാ തരത്തിലും നമ്മൾ സുസജ്ജമാണ് എന്നുള്ളൊരു കാര്യം കൊടുക്കുന്നുണ്ടല്ലോ. അത് കൊടുക്കുമ്പോൾ തന്നെ മറ്റൊരു യോഗം ചൈനയും ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ ചേർന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം. അതെല്ലാം നമുക്കെതിരെയാണെങ്കിൽ അവർക്ക് കൂടിയുള്ള ഒരു മെസ്സേജായിട്ട് നമുക്ക് കണ്ടുകൂടെ? തീർച്ചയായിട്ടും അദ്ദേഹം കൊടുത്തിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളോട് വെറുതെ ആരും കളിക്കാൻ വരണ്ട. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ്, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്, ഏറ്റവും വലിയ മിലിറ്ററി പവറുകളിലൊന്നാണ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവാക്കൾ, യുവജനസംഖ്യ ഏറ്റവും അധികം ഉള്ള രാജ്യമാണ്. ആലോചിക്കണം, അതായത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഒക്കെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഇന്ത്യയിലെ യുവജനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. അവിടെ അപ്പോൾ അതിന്റെ അർത്ഥം വളരെ ക്ലിയറാണ്. നമ്മുടെ ഭാവി എത്രത്തോളം സേഫാണ് ആ യുവജനങ്ങളുടെ ശാക്തീകരണത്തിലൂടെ. ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടർ ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്താലും അതിനെ നേരിടാനുള്ള ശേഷിയും ശേഷിയും ഞങ്ങൾക്കുണ്ട് എന്ന് അദ്ദേഹം പറയാതെ പറയുക തന്നെയാണ് ഈ ചെയ്യുന്നത്. പാകിസ്ഥാനും ബംഗ്ലാദേശും ചൈനയും ആ ഒരു നെക്സസ് ഉണ്ട്. അവരത് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമൊന്നും അവരോട് ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ചെയ്യും. ആ ഭീഷണിയുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയെ വളഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണത്. തീർച്ചയായിട്ടും അതിൻ്റെതായ രീതിയിൽ തന്നെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത്. നിങ്ങളുടെ ഉദ്ദേശം അത് നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ജയശങ്കറിന്റെ മെസ്സേജിന്റെ അർത്ഥം. എന്തായാലും സാർ, അദ്ദേഹം നൽകിയിരിക്കുന്നത് വളരെ ശക്തമായ ഒരു മെസ്സേജാണ്. അത് എല്ലാവർക്കും മനസ്സിലാകേണ്ട എല്ലാവർക്കും മനസ്സിലാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി സർ.